ഹായ് ഫ്രണ്ട്സ്, പപ്പിയാണ്. അപ്പം നമ്മളെ ആലപ്പുഴ ബീച്ചിലാണ് കേട്ടോ. ആലപ്പുഴ നമ്മുടെ പഴയ കടൽപ്പാലം, പുതിയ കടൽപ്പാലം ഇല്ല പണിയാനുള്ള ഇതാണ്. അപ്പം തെങ്ങും കുറ്റിയൊക്കെ ജെറ്റ് വെച്ച് താക്കുക. അപ്പം അപ്പാപ്പി മീൻപിടുത്തത്തിൻ്റെ വീഡിയോ ഇടാതെ അപ്പാപ്പി ഈ ബീച്ചിലൊക്കെ കറങ്ങി നടക്കുവാണോ എന്ന് ചിന്തിക്കരുത്. അതായത് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ കാല നീരുണ്ടായിരുന്നു. അപ്പം ഞാൻ അതേ തുടർന്നുകൊണ്ട് ബ്ലഡ് പരിശോധിക്കാനായിട്ട് പോയായിരുന്നു. അപ്പം ബ്ലഡ് പരിശോധിക്കാൻ പോയി. അപ്പം ഇന്നിപ്പം ചൊവ്വാഴ്ചയാണ്. അപ്പം ചൊവ്വാഴ്ച ഒന്നും കഴിക്കാതെ വന്ന് ബ്ലഡ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പം ബ്ലഡ് കൊടുത്ത് ആശുപത്രിയിൽ പോയി ബ്ലഡ് കൊടുത്തിട്ട് ഞാനിപ്പം 11:30 ആകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം ആ റിസൾട്ട് 11:30 വേണ്ടി വെയിറ്റ് ചെയ്യാൻ. അപ്പം നമുക്ക് നിൽക്കാൻ എവിടെയെങ്കിലും സമയമൊന്നും പോകാനായിട്ട് ഞാൻ എന്നാൽ ബീച്ച് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് നമ്മളിവിടെ പുതിയ പാലം പണിയുന്നത് കണ്ടത് കേട്ടോ. പുതിയ അപ്പം അവരില്ല തെങ്ങും കുറ്റിയൊക്കെ അവർ സുഹൃത്തുക്കളൊക്കെ അവരെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആലപ്പുഴ കടൽപ്പാലത്തിൻ്റെ ഒരു ശോചനീയ അവസ്ഥയായിരുന്നു. അപ്പം പുതിയ പാലം വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ആലപ്പുഴക്കാർക്ക് അഭിമാനിക്കാനുള്ളൊരു കാര്യമാണ് പുതിയ പാലം ഇവിടെ വരിക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നല്ല അഭിമാനമുണ്ട്. അപ്പം ഞാൻ സാധാരണ ഒരു ക്ഷീണമൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ ആശുപത്രിയിലൊന്നും പോകത്തൊന്നുമില്ല. ചെറിയ പനിയൊക്കെ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഗുളികയും കഴിക്കത്തില്ല, നമ്മൾ തുടർന്നും പണിക്കങ്ങ് പോകത്തുള്ളൂ. നമ്മൾ വയ്യെന്നും പറഞ്ഞ് നമ്മൾ കിടന്നു പോയാൽ നമുക്ക് കിടക്കാനേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ചെറിയ പനിയല്ല ഇനി വലിയ പനിയാന്ന് പറഞ്ഞാലും നമ്മൾ പണിക്കങ്ങ് പോകും. നമ്മൾ അവിടുത്തെല്ലാം ഇതൊന്നും നോക്കത്തില്ല. പനിയെന്ന് പറയുന്ന പഴുത്ത് തന്നെ മാറണം. നമ്മളൊരു ഗുളിക കഴിച്ചുകൊണ്ട് മാറണമെന്നില്ല. ആ പനിക്ക് മാറാനായിട്ടൊരു ടൈമുണ്ട്. ആ സമയമാകുമ്പോഴേ പനി മാറത്തുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മളതൊന്നും നോക്കത്തില്ല. പക്ഷേ ഇതിപ്പം കാലം നീരായതുകൊണ്ട് പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പം എന്തു പറയുക, പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ പേടിയുണ്ട്. പേടിയില്ലെന്ന് ചോദിച്ചാൽ പേടിയില്ല. കാരണം കാലം നീരെന്ന് പറയുമ്പോൾ ഈ കിഡ്നിയോ സംബന്ധമായ അസുഖം വരുമ്പോഴാണ് സാധാരണ കാലം നീര് കാണിക്കുന്നത്. ഈ കൊളസ്ട്രോൾ കൂടുമ്പോഴും കാലം നീര് കാണിക്കും. അപ്പം എൻ്റെ മൂത്ത ചേട്ടച്ചാറുണ്ട്, അതായത് എൻ്റെ നേരെ മൂത്തത് ശ്രീകുമാറിൻ്റെ മൂത്ത ഒരാളുണ്ട് സെൽവകുമാർ. അപ്പം ഞങ്ങളുടെ ചേട്ടച്ചാർ ഒരു 14 വർഷം മുമ്പേ കിഡ്നിയുടെ അസുഖം വന്ന് മരിച്ചു പോയത്. അതേ കണക്ക് തന്നെ എൻ്റെ അമ്മയ്ക്കും കിഡ്നിയുടെ അസുഖമായിരുന്നു. എൻ്റെ മാമനുണ്ട് സത്യനെന്ന് പറയും, അത് പഴയ വീട്ടിലാണ്. അപ്പം ഞങ്ങളുടെ മാമനും ഇതേ കണക്ക് കിഡ്നിയുടെ അസുഖം വന്ന് മരിച്ചത്. മാമൻ മരിച്ചത് ഒരുപാട് വർഷമായി കേട്ടോ, 10-30 വർഷമായി ഞങ്ങളുടെ മാമൻ മരിച്ചത്. അപ്പം ഈ കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ആണോ എന്നുള്ളതിൻ്റെ ചെക്കപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ജൂൺ 13-ാം തീയതി നമുക്ക് സ്കാൻ ചെയ്യാനുള്ളതിൻ്റെ ഡേറ്റ് കുറിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം 3-4 ദിവസമായിട്ട് ഇപ്പം പണിക്ക് പോകണില്ല. ആശുപത്രി കയറിയാണെങ്കിൽ നടക്കുക ഈ ബ്ലഡ് ചെക്കിങ്ങും കാര്യങ്ങളുമായിട്ടൊക്കെ. അപ്പം നമ്മൾ പണിക്ക് പോകാതിരുന്നാൽ തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്പം നമുക്കിത് കാണിക്കാതിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ മീൻ പിടിക്കുന്ന വീഡിയോ വളരെ കുറവ് നമ്മുടെ ചാനലിൽ വരുന്നത്. അപ്പം ഇനിയൊരു 2 ദിവസം കൂടെ ചിലപ്പം വീഡിയോ കാണത്തില്ല. അപ്പം മാക്സിമം നമ്മുടെ പഴയ വീഡിയോ ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം നമുക്ക് ഒന്നും ഇതുവരെ മീൻ പിടിക്കാൻ പോയിട്ട് നമുക്കൊന്നും ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടതല്ല. കയ്യെ 10 രൂപ സേവ് ചെയ്യാൻ നമുക്ക് ഉണ്ടായിട്ടില്ല ഇന്ന് വരെ. എൻ്റെ ഒരു പെരപ്പണിയാണെങ്കിൽ ഇങ്ങനെ പെരപ്പണത് ഈ ജനൽപ്പൊക്കം വരെ പണിത് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുക. അത് കഴിഞ്ഞപ്പം വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഒറ്റ വരുമാനത്തിൽ കാര്യമൊന്നും നടക്കാത്ത കാരണം പിന്നെ നമ്മളെ സുഹൃത്ത് സുനിമോൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങളൊരു കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. സുനിയുടെ വീട്ടിലായിരുന്നു. നമ്മുടെ കൂടെ പണിക്ക് വന്നുകൊണ്ട് സുനിബ്രോയിനെ അറിയാവുന്നവരാണ് നിങ്ങളെല്ലാവരും. അപ്പം സുനിബ്രോ ഇപ്പം മരിച്ചിട്ട് ഇപ്പോൾ ഒരു 2 മാസമായിട്ടുണ്ട്. അപ്പം സുനിബ്രോയുടെ വീട്ടിലായിരുന്നു നമ്മളൊരു 3 വർഷമായിട്ട്. അപ്പം സുനിയുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പം അപ്പം ആ ഒരു പരിമിതിക്കകത്ത് നിന്നായിരുന്നു. എനിക്ക് 3 പെൺപിള്ളേരാണ്, 3 കുട്ടികൾ. അപ്പം മൂത്താൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. അതിൻ്റെ ഇളയാൾ 9ാം ക്ലാസ്സിൽ, അതിൻ്റെ ഇളയാൾ 7ാം ക്ലാസ്. അപ്പോൾ ആ പരിമിതിക്കുള്ളിൽ നിന്ന്, അതായത് ചെറിയൊരു ഷെഡ്, ഒരു റൂമും ഒരു അടുക്കള, ആ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ 3 മക്കളും അമ്മയും അച്ഛനും, അതായത് ഞാനും എൻ്റെ വൈഫും എൻ്റെ 3 മക്കളും വരെ താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു ചെറിയ വീട്ടിലായിരുന്നു. അപ്പോൾ ആ പരിമിതി
പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നെ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ മോള് SLC ആയിരുന്നു. അപ്പോൾ ആ കുഞ്ഞ് പരീക്ഷയിൽ ജയിച്ച്, അതായത് 6 A+, 2 A+, 2 B+ കിട്ടിയത്. കാരണം ഒരു പരിമിതിക്കുള്ളിൽ നിന്നാണ് കുഞ്ഞിന് ആ വിദ്യാഭ്യാസം നോക്കാൻ പറ്റുക. കാരണം നമുക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ളൊരു അടിസ്ഥാന ഒരു അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത വീട്ടിൽ നിന്നുണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ സുനിയണ്ണം മരിക്കുന്നതിൻ്റെ ഒരു 4 മാസം മുമ്പേ തന്നെ ഞാൻ വേറൊരു വീട്ടിലേക്ക് മാറിയായിരുന്നു. വേറൊരു വാടക വീട്ടിലേക്ക് ഞാൻ മാറി. വാടക വീട്ടിലേക്ക് മാറിയെന്ന് പറഞ്ഞാൽ നമുക്ക് സൗകര്യം കുറവാണ്, തീരെ സൗകര്യം കുറവാണ്. കാരണം 3 പെൺപിള്ളേർ, അപ്പോൾ അവർക്കും അവരുടേതായ കാര്യങ്ങളും ഇതൊക്കെ കാണും. അതുകൊണ്ട് നമ്മളൊരു 6 മാസം മുന്നേ ഒരു വാടക വീട്ടിലേക്ക് മാറി. ഇപ്പം ഞാൻ വാടക വീട്ടിലാണ്. അപ്പം എന്തുവാ പറയുക, അപ്പം ഞാൻ ഇപ്പം ആശുപത്രി പോയിക്കഴിഞ്ഞ് ബ്ലഡ് പരിശോധിച്ച് കഴിഞ്ഞ് ആശുപത്രി പോയിക്കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ അമ്മയും എൻ്റെ സഹോദരനെയും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളാണ് ഇത് കേട്ടോ, ഈ കടൽപ്പാലത്തിൻ്റെ വർക്ക് ചെയ്യുന്നത്. അവരുടെ പണി നമുക്ക് കുറച്ച് നേരം നോക്കാം എന്താ വകുപ്പെന്ന്. നമ്മുടെ ആ ബോട്ട് കെട്ടിവലിക്കുക കേട്ടോ, ഈ തടി ഇത് കെട്ടിവലിക്കുകയല്ല. ആ കന്നാസ് കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് ആ തലഭാവം പൊങ്ങിക്കിടക്കും. അപ്പോൾ ആ ബോട്ട് ഓടുമ്പം ഇതങ്ങ് ആ ബോട്ട് കിടക്കുന്ന അവിടെ പോയായിരിക്കും ഫയൽ ചെയ്യാൻ പോകും. ഇതിപ്പം ഞാൻ ബീച്ച് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് സങ്കടമാകും. ഞാൻ സത്യം പറഞ്ഞാൽ ബ്ലഡ് പരിശോധിച്ചേച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ കടപ്പുറത്ത് വന്നെന്നും പറഞ്ഞുകൊണ്ട് മക്കൾ അയ്യോ ഞങ്ങളെ കൊണ്ടുപോയില്ലേ എന്നൊക്കെ ബഹളമായിരിക്കും. കഴിഞ്ഞ ദിവസം എവിടം വരെ വെള്ളം കയറിയായിരുന്നു നമ്മുടെ ഇവിടെ കുറവായിരുന്നു അങ്ങോട്ടൊക്കെ കയറിയായിരുന്നു. ആണോ? ഇവിടെ കയറത്തില്ല സുനാമി വന്നിട്ട് പോലും പ്രശ്നമില്ലായിരുന്നു. ഒരു മിനിറ്റ്, നമ്മുടെ സഹോദരങ്ങളാണ് തെങ്ങും കുട്ടിയൊക്കെ അടിക്കുന്നത് കേട്ടാ. നിങ്ങൾ എവിടെയാ കറക്റ്റ്? അണ്ണന്റെ പേരെന്തുവാ? സരസൻ. സച്ചു. നിന്റെ പേരെന്തുവാ? അക്കു. നിന്റെ നിങ്ങൾ ഈ കടലിലൊക്കെ പണിയുന്നതാണ്? കടൽ വള്ളത്തെ പണിക്ക് പോണേക്കാണ്. ഓക്കെ. ഈ കയ്യിൽ പിടിക്കല്ലേ? ഇവരിഞ്ഞ് തുഴഞ്ഞ് അവിടെ ഇപ്പം ചെന്ന തെങ്ങ് അവര് അവിടെ ഫയൽ ചെയ്ത് താക്കും കേട്ടോ. അവർ കയറിട്ടിട്ടുണ്ട് കേട്ടോ, ചെങ്ങാടം പോലെ കയറ വലിച്ചാ. അപ്പോൾ നമുക്ക് ബ്ലഡ് ഇപ്പം പരിശോധിച്ച് ഇപ്പം ടൈം ആയിട്ടുണ്ട്. ഇപ്പം 11 മണിയായി. അപ്പം നമ്മൾ ബ്ലഡ് മേടിച്ചും ഡോക്ടറിനെ ഒന്ന് കാണണം, കണ്ടേച്ചും വേണം വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഇത് നമ്മളെ ഈ തെങ്ങും കുറ്റി അടിക്കുന്ന ജിനു അളിയനൊക്കെ കേട്ടോ. അളിയനാണ് അതിൻ്റെ നേതൃത്വം അല്ലേ അളിയാ? അതായത് എത്ര നാളെടുക്കും നമ്മുടെ ഈ കുറ്റിയടി മാത്രം? കുറ്റിയടി ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ കുട്ടി അഴിച്ചു തരും. പിന്നെ സോൾ ടെസ്റ്റ് ചെയ്യണ 2 ദിവസം കൂടി ഉണ്ടാവും.
ഇതിന് പരിപാടി തീർന്നു. അളിയനും ചേർത്തലേ? ചേർത്തല പള്ളിപ്പുറം. പള്ളിപ്പുറം. അല്ല, ഇപ്പം അങ്ങോട്ട് കൂടെ പോയവരെല്ലാം ഈ കടപ്പുറമായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്നവരാണ്. പണി കടപ്പുറമായിട്ടല്ല, അവർ ഈ പുഴയിലും പിന്നെ ആറിലൊക്കെ കുട്ടിയടിക്കാൻ പോകുന്ന ടീമാണ്. പിന്നെ കടലിൽ എന്നാൽ അത്യാവശ്യം പണിക്കാരുണ്ട് അതിനകത്ത്. ഉണ്ട്. വെള്ളത്തിൽ പരിചയമുള്ള ആൾക്കാരല്ല. അതിനകത്ത് ഓക്സിജൻ ഇല്ലാതെ ഒരു എത്ര നേരം വേണം മുൻകിടക്കാവുന്ന ഒരാൾ അതിനകത്തുണ്ട്. ആണോ? പിന്നെ പുള്ളിക്ക് ആലപ്പുഴയിലൊക്കെ വെച്ച് പൊന്നാടയെ കൊടുത്തിട്ടുള്ള അതിനകത്തുണ്ട്. മണിക്കൂറുകളോളം വേണം കിടക്കണം. അങ്ങനെയും ചെയ്യും. വെള്ളത്തിൽ എത്ര ദിവസം വേണം കിടന്നു. പുള്ളിയുടെ പേരെന്തുവാ? പുള്ളിയുടെ മധു. മധു. അണ്ണൻ എവിടെ ഉള്ള മധു? അണ്ണൻ നമ്മുടെ ചുറ്റപ്പനാണ്. ആണോ? ചേർത്തല തന്നെയാണ്. അതെ. ആണോ? അവർ ചേട്ടനും അനിയനും ഈ കൂടുതൽ വെള്ളത്തിലുള്ള പണിയാണ്. എന്ത് പണിയും വെള്ളത്തിൽ ചെയ്തു. മണിക്കൂറോളം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കാണ്. നമ്മൾ 360 ദിവസം പണിക്ക് പോണേ, അറിയാമല്ലോ. നമുക്കത് പറ്റത്തില്ല. നമ്മൾ 1 മിനിറ്റ് മാക്സിമം പിടിച്ച് കിടന്നിട്ടുണ്ടാവുമായിരുന്നു. മധുവണ്ണ നമുക്കൊന്ന് കാണണമെന്നുണ്ട്. പക്ഷേ മധുവണ്ണ കാണാനുള്ള സാഹചര്യമില്ല. അണ്ണൻ അങ്ങ് ഒരുപാട് ലോങ്ങിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി ഒരു അവസരത്തിൽ ഇതിൻ്റെ പണിയെല്ലാം കഴിയാൻ നേരത്ത് നമുക്ക് മധുവണ്ണ കാണാം. മധുവണ്ണ മുങ്ങി കുറ്റിയടിക്കുന്നത് നമുക്കൊന്ന് നമ്മുടെ ഗോപ്രയുടെ ക്ഷീണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഒന്ന് മുക്കി കാണിച്ചു തരാം. നമ്മൾ മുങ്ങി താഴത്ത് പോകണം. അപ്പം ഞാൻ ആശുപത്രി കാണിച്ചിട്ടൊക്കെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഗുളികകൾ തന്നു. പിന്നെ റിസൾട്ട് ഒരുപാട് റിസൾട്ടാണ്. ECG ചെയ്യുക, പിന്നെ ഷുഗറും അതും ഇതും എല്ലാം നോക്കി, തൈറോയ്ഡെല്ലാം ചെക്ക് ചെയ്തു. അപ്പം എന്തൊക്കെ പറഞ്ഞ കൊളസ്ട്രോൾ ശകലം ഉണ്ട്. അപ്പം കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞു. പിന്നെ വരുന്ന ജൂൺ മാസത്തിൽ ഒരു സ്കാനിങ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പം നമ്മളിതിൽ വാടക വീടാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാനൊരു 5 മാസമായിട്ടുണ്ട് ഈ വീട്ടിൽ വന്നിട്ട്. പൊന്നിച്ചാ, ഉണ്ണിയേ, ഇതങ്ങോട്ട് വെച്ചോ. ഇതൊരു ഫയലേ വെക്കാം. ചീട്ടെല്ലാം കൂടെ ഒരു ഫയലേ വെക്കാം കേട്ടോ. ഞാൻ അപ്പുറം വരെ കൂട്ടുവരാം. കഴിഞ്ഞ 3 വർഷം ഞാനും പിള്ളേരുമായിട്ട് താമസിച്ച വീടാണ് കേട്ടോ. ഇത് നമ്മളെ സുനിയുടെ വീടാണ്. നമ്മുടെ സുനീനെ അടക്കിയിരിക്കുന്ന എവിടെയാണ്. ഞാൻ ഇവിടുന്ന് മാറിയിട്ട് ഇപ്പോൾ ഒരു 6 മാസമേ ഉള്ളൂ. അത് ഇല്ലാത്തിരുന്നാലും നമ്മുടെ പിള്ളേരുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാം ആപ്പാടെ ഒരു മുറി അപ്പുറം ഒരു അടുക്കള അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഒരു 5-6 മാസമായിട്ടാണ് ഞാനപ്പുറം വാടക വീട്ടിലേക്ക് മാറിയത്. പോണ ഇതാണ് ഞാൻ താമസിക്കുന്ന കോളനി കേട്ടോ. ഇവിടെ ഞങ്ങൾ 10-27 വീട്ടുകാരുണ്ട് താമസം. എൻ്റെ വാടക വീട് അപ്പുറം. അവിടെ നിന്ന് 1, 2, 3, 4 വീടിന് ഇപ്പുറം. ഇതാണ് അപ്പുറത്തെ വീട്. ഇത് കഴിഞ്ഞ ദിവസമാണ് നമുക്കൊന്ന് തെളിച്ചത് കേട്ടോ. വീട് പണി ഇവിടം വരെ അല്ലാണ്. ഇവിടെ ഫ്രണ്ട് സൈഡൊക്കെ അടിക്കാനൊക്കെ ഉണ്ട്. ഇത് ബാത്റൂം, ഇത് ബെഡ്റൂം, ഇതൊരു ഹാള്, ഇത് അടുക്കള. നമ്മളത് കപ്പളായിട്ട് വരുന്ന പുഴയല്ല, മഴ കൊണ്ട്. അപ്പുറത്താണ് നമ്മുടെ ചേട്ടൻ്റെ വീട് കേട്ടോ. ഇതാ നമ്മളെ തകവറിൻ്റെ വീട് കേട്ടോ. ശ്രീകുമാറിൻ്റെ വീട്. ഇത് എൻ്റെ വീട്. അപ്പം എൻ്റെ അമ്മയുടെ ഫോട്ടോ ഇതാ കേട്ടോ. എൻ്റെ അമ്മ ഇതാണ്.
അമ്മ മരിച്ച ഒരു 6 മാസക്കാലം കഴിഞ്ഞപ്പോൾ ചേട്ടൻ മരിച്ചു. അതാണ് ചേട്ടക്കാരുടെ ഫോട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കിഡ്നി അസുഖം വന്ന് മരിച്ചതാണ് കേട്ടോ. എൻ്റെ അമ്മയും എൻ്റെ ചേട്ടത്തിയാണ്. പുള്ളിയുടെ പേര് സെൽവകുമാർ. 2009 പുള്ളി മരിക്കുന്നത്. ഇത് അമ്മ. പിന്നെ അച്ഛൻ മരിച്ചിട്ടിപ്പം 4 വർഷമായിരുന്നു. ഇതാണ് എൻ്റെ അച്ഛൻ ചെല്ലപ്പൻ. ഇത് അച്ഛൻ്റെ അമ്മാവനാ കേട്ടോ. ഇത് അച്ഛൻ്റെ പഴയ ഫോട്ടോയാണ്. ഈ അച്ഛൻ്റെ പഴയ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് അച്ഛൻ്റെ പഴയ ഫോട്ടോ അല്ല. സിംഹത്തിലെ പോലെ മീശാന്നാ പറയുന്നത് അച്ഛന്. അതെ അതെ കറക്റ്റാ. നിലയുള്ളതുകൊണ്ടാണ് നമ്മളെ ഫോട്ടോ താഴെ വീണൊന്ന് പൊട്ടിയായിരുന്നു. അതാണ് അത് ചേട്ടന്റെ മക്കളാ രണ്ടുപേരും. അപ്പം കാല നീരുള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മളെ കുടുംബത്തിൽ ഞങ്ങളുടെ മാമനും ഇതൊക്കെ കിഡ്നിയുടെ അസുഖം വന്ന് മരണപ്പെട്ടു. അപ്പം കാല നീരുള്ളത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് എന്താണെന്നറിയാൻ മേല. അപ്പം ഇപ്പം ചെക്ക് ചെയ്തപ്പം കൊളസ്ട്രോൾ ഉണ്ട്. കൊളസ്ട്രോൾ കൂടുതലാണ്. അപ്പം കണ്ടിന്യൂ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ ഉണ്ടായെന്ന് എനിക്കറിയാൻ മേല. നമ്മൾ രാവിലെ പോകാൻ നേരത്ത് 2-3 പൊറോട്ടയോ ഒരു മുട്ടക്കറിയോ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് പോകണം. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നുമില്ല. പിന്നെ വൈകിട്ട് വന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. എന്നിട്ടും കൊളസ്ട്രോൾ എന്തുകൊണ്ടാണെന്ന് അറിയാൻ മേല. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് മീൻ പിടിക്കുന്ന വീഡിയോ ആയിരിക്കും കാണാൻ കൂടുതലും താല്പര്യമുള്ള മീൻപിടുത്ത വീഡിയോ. അപ്പം ആ വീഡിയോ 2-3 ദിവസമായിട്ട് വീഡിയോ ഇല്ല. പിന്നെ ഇനിയിപ്പം 2-3 ദിവസത്തേക്ക് വരുമോയെന്ന് അറിയാൻ മേല. അപ്പം എൻ്റെ പഴയ വീഡിയോകളൊന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. എങ്ങനെയെങ്കിലും ഈ പെരയൊന്ന് പണിത് പിന്നെ അതൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പം എൻ്റെ പഴയ വീഡിയോകളൊന്ന് സെർച്ച് ചെയ്തൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. കുഞ്ഞേ പോവാം, വീട്ടിൽ പോവാം. പോവാം, ഇതിൽ പോവാം. അവരുടെ മൂക്കിടിച്ച് പറിച്ചാടി. നീ മൂക്കിടിച്ച് വരത്തിയാ ചേട്ടായിടാ? വാ 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 വാ. ആ ഇവിടെ കേറണ്ട, പൊക്കോളെ. എനിക്ക് ഏറ്റവും തോന്നില്ല. അവള് പറഞ്ഞ അവളുടെ വീടാ പൂച്ചേട്ടന്. വാ, ഞാൻ മിഠായി മേടിച്ചിട്ടുണ്ട്. വാ, മിഠായി മേടിച്ചിട്ടുണ്ട്. ഈ കിടക്കുന്ന കാറിൽ നിൽക്കണം. ഇവിടെ കണ്ടിട്ടുണ്ടോ?